നമസ്കാരം. നെക്സ്റ്റ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വളയംകുളത്ത് ബൈക്കും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് പഴനി സ്വദേശി മരണമടഞ്ഞു. വെട്ടിക്കടവ് നൂലരത്തോട് വൃത്തിയാക്കൽ ആരംഭിച്ചു. കോൾ മേഖലയ്ക്ക് ആശ്വാസം. ജനകീയ സമിതി കുന്നംകുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാട്ടകമ്പൽ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CK സദാനന്ദനെയും പഞ്ചായത്ത് അംഗം സന്തോഷ് കൊളത്തേരിയെയും ആദരിച്ചു. BJP കുന്നംകുളം നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. നിരോധനത്തിന് പുല്ലുവില കൽപ്പിച്ച് നൂറഴത്തോട്ടിൽ ചീനലുകൾ നിറയുന്നു. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ പള്ളി പെരുന്നാൾ നാളെയും മറ്റന്നാളുമായി ആഘോഷിക്കുന്നു. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പഴയ പള്ളി പെരുന്നാൾ നാളെ ആരംഭിക്കും. വാർത്തകൾ വിശദമായി. വളയംകുളത്ത് ബൈക്കും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് പഴനി സ്വദേശി മരണമടഞ്ഞു. ചങ്ങൻകുളത്തിനടുത്ത് വളയംകുളത്ത് വാഹനാപകടത്തിൽ പഴനി സ്വദേശി മരിച്ചു. പഴനി മണ്ടുമ്പാൽ ജേക്കബ് ആണ് മരിച്ചത്. വളയംകുളത്തിനടുത്ത് വെച്ച് ഇദ്ദേഹം സഞ്ചരിച്ച ഇരുചക്ര വാഹനം പിക്കപ്പ് വാനുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അരനൂറ്റാണ്ടിലേറെയായി പഴനിയിലെയും സമീപ പ്രദേശങ്ങളിലെയും മത സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്നു മണ്ടുമ്പാൽ ജേക്കബ് എന്ന പഴനിക്കാരുടെ ജേക്കബേട്ടൻ. കാട്ടകമ്പൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായും ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. കാട്ടകമ്പൽ പഞ്ചായത്ത് അംഗവും കൂടിയായിരുന്നു MV ജേക്കബ്. 10ലേറെ തവണ പഴനി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ട്രസ്റ്റിയായും നിരവധി തവണ കമ്മിറ്റി അംഗവുമായിരുന്നു. ഓർത്തഡോക്സ് സഭ മാനേജിംഗ് കമ്മിറ്റി അംഗമായും കുന്നംകുളം ഭദ്രാസന കൌൺസിൽ അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. വെട്ടിക്കടവ് നൂലരത്തോട് വൃത്തിയാക്കൽ ആരംഭിച്ചു. കോൾ മേഖലയ്ക്ക് ആശ്വാസം. കോൾ മേഖലയുടെ ജലസംഭരണിയായ നൂലരത്തോട്ടിൽ നിന്നും കുളവാഴയും ചണ്ടയും പുറത്തേക്കിടാനുള്ള ജോലികൾ ആരംഭിച്ചു. ചെറുകിട ജലസേചന വകുപ്പിന്റെ നേതൃത്വത്തിൽ 6,89,000 രൂപയ്ക്കാണ് തോട് വൃത്തിയാക്കാൻ കരാർ നൽകിയത്. ആലുവ പെരിങ്ങാലയിലെ യുണൈറ്റഡ് ഡെവലപ്മെന്റ് കമ്പനിയാണ് കരാറെടുത്തത്. വെട്ടിക്കടവ് മുതൽ കരിച്ചൽക്കടവ് വരെയുള്ള 3.4 കിലോമീറ്റർ നീളത്തിലുള്ള തോടാണ് വൃത്തിയാക്കുന്നത്. അനധികൃതമായി തോടിന് പുറകെ സ്ഥാപിച്ചിട്ടുള്ള മീൻപിടുത്ത സജ്ജീകരണങ്ങൾ പൊളിച്ചു നീക്കും. കുന്നംകുളം നഗരസഭ, പോർക്കുളം, കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്തുകളിലെ കോൾപ്പടവുകളിൽ കൃഷിയിറക്കുന്നതിന് നൂലരത്തോട്ടിലേക്കാണ് വെള്ളം പമ്പ് ചെയ്യുന്നത്. ജനുവരിയിൽ ഇവിടെ നിന്ന് തിരുത്തിക്കാട് ബണ്ടിലേക്ക് വെള്ളം നിറയ്ക്കും. ചിലവക്കത്താഴം, കോട്ടിയാട്ടുമുക്ക്, മുതുവമ്മൽ, കാട്ടകമ്പൽ പഞ്ചായത്ത് വിവിധ പാടശേഖരങ്ങൾ എന്നിവിടങ്ങളിൽ പമ്പിംഗ് തുടങ്ങി. വെട്ടിക്കടവ് മേഖലയിൽ അടുത്ത ദിവസം പമ്പിംഗ് ആരംഭിച്ചു. ജനകീയ സമിതി കുന്നംകുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാട്ടകമ്പൽ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CK സദാനന്ദനെയും പഞ്ചായത്ത് അംഗം സന്തോഷ് കൊളത്തേരിയെയും ആദരിച്ചു. ജനകീയ സമിതി കുന്നംകുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാട്ടകമ്പൽ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CK സദാനന്ദനെയും പഞ്ചായത്ത് അംഗം സന്തോഷ് കൊളത്തേരിയെയും ആദരിച്ചു. കഴിഞ്ഞ 5 വർഷ കാലയളവിലെ പഞ്ചായത്തിലെ വിവിധ വികസന പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണ് കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK സദാനന്ദനെയും 15ാം വാർഡ് അംഗമായിരുന്ന സന്തോഷ് കൊളത്തേരിയെയും ജനകീയ സമിതി ഭാരവാഹികൾ ആദരിച്ചു. ജനകീയ സമിതി ഭാരവാഹി പ്രസാദ് പുലിക്കോടനാണ് ആദരവ് കൈമാറിയത്. ജനകീയ സമിതി കൺവീനർ സാബു അയനൂർ പദ്ധതി വിശകലനം ചെയ്തു. ആദരവ് ഏറ്റുവാങ്ങുകയും CK സദാനന്ദനും സന്തോഷ് കൊളത്തേരിയും മറുപടി പ്രസംഗം നടത്തുകയും ചെയ്തു. വാദ്യോപകരണ രംഗത്ത് കലാപുജപരമായി മുന്നോട്ട് പോകുന്ന ബന്ധപ്പെട്ട് ഈ വികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിന് ഞങ്ങളെ അംഗീകരിച്ച കുന്നംകുളം നിയോജകമണ്ഡല ജനകീയ സമിതിയോട് പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് എന്ന നിലയിൽ എല്ലാവിധത്തിലുള്ള അഭിനന്ദനങ്ങളും ആശംസ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്വാശ്രയ ഗ്രാമം സമൃദ്ധ ഭവനം എന്ന എല്ലാ വീടുകളും ജൈവ പച്ചക്കറിയും, അതുപോലെ തന്നെ വരുന്ന യുവാക്കൾക്കും യുവതികൾക്കുമുള്ള പഠനങ്ങൾ, അതുപോലെ തന്നെ നിരവധി പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ അംഗീകാരത്തിന് തീർച്ചയായും കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ ജനകീയ സമിതി നൽകിയ ആദരവോട് സ്നേഹപൂർവ്വം അവരോട് എല്ലാ കടപ്പാടും ആശംസയും അറിയിച്ചുകൊണ്ട് ഇതിന് ഏറ്റവും സൗഹൃദപരമായി അവരോട് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. BJP കുന്നംകുളം നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു.
ബിജെപി കുന്നംകുളം നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ഓഫീസിന്റെ ഉദ്ഘാടനം ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി MP രമേശ് നിർവഹിച്ചു. ബിജെപി കുന്നംകുളം നിയോജകമണ്ഡലം പ്രസിഡന്റ് സുഭാഷ് പാക്കത്ത്, OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് KS രാജേഷ്, നേതാക്കളായ സുഭാഷ്, ആദൂർ, സുനിൽ എന്നിവർ സംസാരിച്ചു. പട്ടാമ്പി റോഡിലാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്നത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം വലിയ മുന്നേറ്റം ഈ പ്രാവശ്യമുണ്ടാക്കി. കേരളത്തിലെ നിരവധി നഗരസഭകളും ഗ്രാമപഞ്ചായത്തുകളും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിൽ വരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ്. കുന്നംകുളം മുനിസിപ്പാലിറ്റി കഴിഞ്ഞ പ്രാവശ്യം തന്നെ BJPയും ദേശീയ ജനാധിപത്യ സഖ്യവും മികച്ച വിജയം നേടിയിട്ടുള്ള ഒരു നഗരസഭയാണ്. ഇപ്രാവശ്യം കുന്നംകുളം നഗരസഭയുടെ ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ മുമ്പിലുള്ള അജണ്ട. തീർച്ചയായിട്ടും ഈ നഗരസഭയും ഈ നിയോജക മണ്ഡലത്തിലെ ചില പഞ്ചായത്തുകളും ഭരണം പിടിച്ചെടുക്കാൻ സാധിക്കുന്ന നല്ല രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ആ രാഷ്ട്രീയ സാഹചര്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഈ നഗരസഭയിലും സമീപ പഞ്ചായത്തുകളിലും അധികാരം പിടിച്ചെടുക്കാനുള്ള പരിശ്രമമായിട്ടാണ് ദേശീയ ജനാധിപത്യ സഖ്യം മുന്നോട്ട് പോകുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ഏറ്റവും അനുകൂലമാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഏറെ പുതുമകളുമായി വിശ്വാസ് കമ്പ്യൂട്ടേഴ്സിന്റെ പുതിയ സ്ഥാപനം കുന്നംകുളത്തിന്റെ ഹൃദയഭാഗത്ത് പ്രവർത്തനം ആരംഭിച്ചു. കുന്നംകുളം തൃശൂർ റോഡിലെ AB മാളിലാണ് വിവിധ ബ്രാൻഡഡ് ലാപ്ടോപ്പുകൾ, ഡെസ്ക്ടോപ്പുകൾ, പ്രിന്റേഴ്സ്, മറ്റ് അനുബന്ധ ഉപകരണങ്ങൾ. നിങ്ങളുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ വ്യത്യസ്ത മോഡലുകൾ, മികച്ച സ്റ്റാഫുകളുടെ സേവനം, അതിവേഗ ലോൺ സൗകര്യം, സുരക്ഷിതമായ കമ്പ്യൂട്ടർ സർവീസ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, ഇൻഷുറൻസ് പരിരക്ഷ, ഹോം ഡെലിവറി തുടങ്ങിയ സൗകര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വിശ്വാസ് കമ്പ്യൂട്ടേഴ്സ്, തൃശൂർ റോഡ്, AB മാൾ, കുന്നംകുളം. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാ പാക്ക് മാത്രമാണ്. റോജാ പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാ പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാ പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാ പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ് NVKM & Sons ഡിണ്ടിഗൽ. സോൺ ഡിസ്ട്രിബ്യൂട്ടർ റോജ ഏജൻസീസ് കുന്നംകുളം. ഫോൺ 9446145776 9446145778. വാർത്തകൾ തുടരുന്നു. നിരോധനത്തിന് പുല്ലുവില കൽപ്പിച്ച് നൂറഴത്തോട്ടിൽ ചീനലുകൾ നിറയുന്നു. നിരോധനം കാറ്റിൽ പറത്തി നൂറഴത്തോടിന് കുറുകെ ചീനലുകൾ കെട്ടി മീൻപിടുത്തം. തോട്ടിലെ വെള്ളത്തിന്റെ ഒഴുക്ക് തടയുന്നതിനോടൊപ്പം ചെറു കണ്ണികളുള്ള ഈ വലയിൽ കുടുങ്ങി ചെറുമീനുകൾ പോലും ചത്തൊടുങ്ങുന്നു. തോടിന് കുറുകെ കവുങ്ങിൽ കുറ്റികൾ ഉറപ്പിച്ചാണ് വല വിരിച്ചിട്ടുള്ളത്. കോൾപ്പാടങ്ങളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനായി പമ്പ് ചെയ്ത് വെള്ളം ഒഴുക്കുന്നത് നൂറഴത്തോട്ടിലേക്കാണ്. ചീനവലകൾ കാണാൻ വെള്ളം ഒഴുകുന്നില്ലെന്ന് കർഷകർ പറയുന്നു. തോടിന് കുറുകെ വല വിരിച്ച് മീൻ പിടിക്കാൻ പാടില്ലെന്ന് അധികൃതർ നിർദ്ദേശിക്കുമ്പോഴും നൂറഴത്തോടിന്റെ പല ഭാഗത്തും ചീനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ പള്ളി പെരുന്നാൾ നാളെയും മറ്റന്നാളുമായി ആഘോഷിക്കുന്നു. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയുടെ 120ാമത് ശിലാസ്ഥാപന പെരുന്നാൾ നാളെയും മറ്റന്നാളുമായി ആഘോഷിക്കുന്നു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ മൈലാപ്പൂർ ബാംഗ്ലൂർ ഭദ്രാസ്ഥാപികൻ അഭിവന്ദ്യ ഐസക് മാർ ഓസ്താത്യോസ് മെത്രാപ്പോലിത്ത മുഖ്യ കാർമ്മികനാകും. നാളെ വൈകിട്ട് 6-ന് പടിഞ്ഞാറ്റുമുറി കുരിശുപള്ളി, സെമിത്തേരി ചാപ്പൽ എന്നിവിടങ്ങളിൽ ധൂപപ്രാർത്ഥനയും തുടർന്ന് സന്ധ്യാപ്രാർത്ഥനയും നടക്കും. ശനിയാഴ്ച രാവിലെ 8 മണിക്ക് വിശുദ്ധ കുർബാന, പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം, കുരിശിങ്കൽ ധൂപപ്രാർത്ഥന, തുടർന്ന് സൈനിക വാഴ്വ് എന്നിവയുണ്ടാകും. പെരുന്നാളിനെ
വികാരിമാരായ ഫാദർ ഏലിയാസ് തിരുമുളയിൽ, ഫാദർ എൽദോ ജോയ് മഴവഞ്ചേരി പറമ്പത്ത്, പഴയ പള്ളി ട്രസ്റ്റി CV വണിയർ, കൈക്കാരൻ KP തമ്പി, സെക്രട്ടറി CV സൈമൺ എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റിയാണ് നേതൃത്വം കൊടുക്കുന്നത്. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പഴയ പള്ളി പെരുന്നാൾ നാളെ ആരംഭിക്കും. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പഴയ പള്ളി പെരുന്നാൾ വെള്ളി ശനി ദിവസങ്ങളിൽ ആഘോഷിക്കും. നാളെ വൈകിട്ട് സന്ധ്യ നമസ്കാരവും തുടർന്ന് പ്രദക്ഷിണവും ആശീർവാദവും ഉണ്ടാവും. പെരുന്നാൾ ദിനമായ ശനിയാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയും കുരിശുപള്ളികളിലേക്ക് പ്രദക്ഷിണവും തുടർന്ന് ആശീർവാദവും നടക്കും. ശേഷം മുൻ വർഷങ്ങളിൽ നടത്തിവന്നിരുന്ന ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണം ഉണ്ടാകും. കോവിഡ് പ്രോട്ടോകോൾ നിർദ്ദേശങ്ങൾ പാലിച്ചു നടത്തുന്ന പെരുന്നാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ജോൺ പുലിക്കോട്ടിൽ, സഹവികാരി ഫാദർ MT തോമസ്, ട്രസ്റ്റി ഗോഡ്സൺ സക്രിയ, സെക്രട്ടറി പ്രവീൺ ജോബ് എന്നിവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം കൊടുക്കുന്നതാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വളയംകുളത്ത് ബൈക്കും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് പഴഞ്ഞി സ്വദേശി മരണമടഞ്ഞു. വെട്ടിക്കടവ് നൂലകത്തോട് വൃത്തിയാക്കൽ ആരംഭിച്ചു. കോൾ മേഖലയ്ക്ക് ആശ്വാസം. ജനകീയ സമിതി കുന്നംകുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടകമ്പൽ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CK സദാനന്ദനെയും പഞ്ചായത്ത് അംഗം സന്തോഷ് കൊളത്തേരിയെയും ആദരിച്ചു. BJP കുന്നംകുളം നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. നിരോധനത്തിന് പുല്ലുവില കൽപ്പിച്ച് നൂറഴത്തോട്ടിൽ ചീനലുകൾ നിറയുന്നു. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ പള്ളി പെരുന്നാൾ നാളെയും മറ്റന്നാളുമായി ആഘോഷിക്കുന്നു. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പഴയ പള്ളി പെരുന്നാൾ നാളെ ആരംഭിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.